ഹലോ, എൻ്റെ പേര് നിരുപമ. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോറിലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന കോഴ്സിന് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. എനിക്ക് IPM-ൽ റാങ്ക് വന്നിരുന്നത് 82ആയിരുന്നു. ഞാൻ നാട്ടില് തേഞ്ഞിപ്പലത്തിൽ നിന്നാണ്. ഞാൻ 10th വരെ അവിടെ സെന്റ് പോൾ CMS തേഞ്ഞിപ്പലത്തിലാണ് പഠിച്ചത്. പിന്നെ 11th and 12th എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് പാലാ സെന്റ് വിൻസെന്റ് EMS സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ ഈ ഒരു ജേർണി, അതായത് ഈ എൻട്രൻസ് പ്രിപ്പറേഷനും അതുപോലെ IPM പ്രിപ്പയർ ചെയ്തതും ആ ഒരു ജേർണി ഇവിടെ എത്തുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഞാന് 10th കഴിഞ്ഞ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് എല്ലാവരും പോകുന്നു, അപ്പൊ അങ്ങനെ പോയതാണ് പാലയില്. അപ്പൊ അവിടെ പോയി നന്നായിട്ട് നീറ്റിനായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ പോയി, അങ്ങനെ 12th എത്തിയപ്പോ ഞാൻ കുറച്ച് തോന്നാൻ തുടങ്ങി, ഞാൻ ഡോക്ടറായാൽ ശരിയാവോ, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സ് ആണോ അതൊക്കെ, അങ്ങനെ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വേറെ എന്തൊക്കെ ഇപ്പോൾ 12th കഴിഞ്ഞ് എനിക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കുറച്ച് എക്സാംസ് എഴുതി, JIPMAT നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ IPM 18 എന്ന് പറഞ്ഞ എക്സാം ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോ ഞാൻ അങ്ങനെ സംഭവം ഉണ്ടെന്ന് എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി. അപ്പൊ എക്സാമിന്റെ ടോപ്പിക്സ് നോക്കിയപ്പോൾ മാത്സ്, ലോജിക്കൽ റീസണിങ്, വെർബൽ എബിലിറ്റി. അപ്പോ എനിക്ക് തോന്നി അതൊക്കെ എനിക്ക് കുറച്ച് ഞാനിപ്പോ ട്രൈ ചെയ്താൽ എനിക്ക് എന്തായാലും കുറച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സബ്ജക്ട് ആയിരുന്നു IPMAT എക്സാമിന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഫീസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു എന്ത് ഫീസ്. അപ്പൊ അവള് പറഞ്ഞു അവളുടെ ഒരു കസിൻ, എന്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാവർക്കും മോസ്റ്റ്ലി എല്ലാവരും ലോണൊക്കെ എടുത്താൽ പഠിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് എഴുതി നോക്കാം. കിട്ടണമെന്നില്ല, ഇവിടെ 150 സീറ്റ്സ് ഉള്ളൂ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്, 150 സീറ്റ്സ് ഉള്ളൂ. അപ്പൊ കിട്ടണമെന്നില്ല, എന്തായാലും ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ ടോപ്പിക്സിനെ പറ്റി നോക്കാൻ തുടങ്ങി. അപ്പോ മാത്സ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്, നമുക്ക് 11th and 12th എന്താണോ പഠിക്കാണ്ടിരുന്നത് അതൊന്നും കൂടി ഞാൻ പഠിച്ചു പോയി. പിന്നെ ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ സബ്ജക്ട്സിനൊക്കെ ഞാൻ മോസ്റ്റ്ലി ഇന്റർനെറ്റ് വഴിയാണ് പഠിച്ചത്. അപ്പൊ അതിലുണ്ടായി പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചില ബുക്സ് നമുക്ക് ഓൺലൈനായിട്ട് PDF കിട്ടും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇംഗ്ലീഷും അങ്ങനെ പഠിച്ചു. പിന്നെ ഇംഗ്ലീഷിനും പിന്നെ കുറച്ച് ഇന്റർവ്യൂവിനും കറണ്ട് അഫയേഴ്സ് വരുമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഒരു എക്സാമിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ടൈം കൺസ്ട്രെയിന്റ് ആണ്. അതായത് ഒരു സ്പെസിഫിക് സെക്ഷൻ, ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവിന്റെ MCQ എന്ന് പറയുന്ന സബ്ജക്ട്, ആ ഒരു സെക്ഷൻ എഴുതാൻ നമുക്ക് 30 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ 30 പിന്നെ നമുക്ക് വേറെ സെക്ഷൻ എഴുതാനാണ്. ആ ഒരു സെക്ഷന്റെ ഇടയിൽ ഈ സെക്ഷനിലേക്ക് വരാൻ പറ്റൊക്കെ ടൈം കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നീറ്റ് മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ അതൊക്കെ ടൈം കൺസ്യൂം ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാൻ 11th തൊട്ട് അങ്ങനെ എക്സാംസ് എഴുതി ശീലിച്ചത് കൊണ്ട് ഇങ്ങനൊരു ഇതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ കുറെ എക്സാംസ് എഴുതാൻ തുടങ്ങി. അപ്പൊ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് തന്നെയായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. പിന്നെ നമുക്ക് പഠിക്കാണ്ടിരുന്ന മാത്സ് ഞാൻ കുറച്ചും കൂടി റിവൈസ് ചെയ്യായിരുന്നു. അങ്ങനെ എക്സാം എഴുതി, IPMAT എക്സാം എഴുതി, റിസൾട്ട് വന്നു. എനിക്ക് നല്ല ഇന്റർവ്യൂയിലേക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ നീറ്റിന് പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഇന്ത്യയിൽ ആകെ കുറെ കുട്ടികള് നന്നായി വർക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണിത്. ഇന്ത്യയിലാകെ 150 ഉള്ളൂ. അപ്പൊ എനിക്കറിയാം ഇത് കിട്ടണമെന്ന് ഒരു ചാൻസ് ഇല്ല. അപ്പൊ എനിക്ക് നീറ്റിനുള്ള സാധ്യത എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടും എന്തായാലും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. സോ നീറ്റിന് ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്തിരുന്നു. അതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ ടൈം ഉണ്ടാക്കി ഞാൻ IPM-ന് പ്രിപ്പയർ ചെയ്തത്. പിന്നെ അങ്ങനെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയി. ഇന്റർവ്യൂ ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നാണ് എഴുതിയത്. നീറ്റിന്റെ ഹോസ്റ്റലിൽ ഇരുന്നാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നത്. ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. 2 ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അവര് മോസ്റ്റ്ലി ചോദിച്ചത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നു, PCMB ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പോ ആദ്യം എന്നോട് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർ നമ്മളോട് ചോദിക്കും ഈ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കംഫർട്ടബിൾ ആണോ എന്ന്. അപ്പൊ ഞാൻ ബയോളജിയും മാത്സും ആണ് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ബേസിക് നമ്മൾ
കറണ്ട് അഫയേഴ്സ് കോവിഡിനെ റിലേറ്റഡ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെയായിരുന്നു എന്റെ ഇന്റർവ്യൂ റഫ്ലി ഒരു 20 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ കോവിഡ് ഉള്ളത് കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ IPMAT എക്സാം ആണെങ്കിലും കുറച്ചും കൂടി ഡ്യൂറേഷൻ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇക്കൊല്ലം 1 hour 30 minutes ആയിരുന്നു ഞങ്ങളുടെ എക്സാം. സാധാരണ അതിനേക്കാളും ഉണ്ടാവും. അതുപോലെ ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങളുടെ കൊല്ലത്തിന്റെ തൊട്ട് മുന്നേ വരെ. പിന്നെ ഇന്റർവ്യൂ ഇൻ പേഴ്സൺ ഓഫ്ലൈൻ ആണ്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു കോവിഡ് കാരണം ഞങ്ങൾക്ക്. അതുപോലെ തന്നെ എക്സാമിന്റെ ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന ഡേറ്റിൽ നിന്ന് കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം അങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറെ ടൈം കിട്ടി. ഞാൻ ഇത് ഷെഡ്യൂൾഡ് ടൈമിന്റെ ഒരു 2-3 months മുന്നെയാണ് ഞാനിത് അറിയുന്നത് എക്സാമിനെ പറ്റി. അങ്ങനെ പിന്നെ അത് നീട്ടിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനും ടൈം കിട്ടി. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് എനിക്ക് 82 ആയിരുന്നു. എനിക്ക് ഞാൻ കാറ്റഗറി OBC ആണ്. അങ്ങനെ അത് വെച്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ അഡ്മിഷൻ ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ പിന്നെ അഡ്മിഷൻ ചെയ്തതിന് ശേഷം ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഞാൻ 2 കൊല്ലം നോക്കിയ സാധനമല്ല. അപ്പൊ എനിക്ക് അങ്ങനെ വിട്ട് കളയാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ നീറ്റ് കഴിഞ്ഞു. പിന്നെ നീറ്റ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ IPM നീറ്റ് എക്സാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ IPM ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ഒക്കെ നമുക്ക് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു സോഷ്യോളജി, ഫിലോസഫി, അതിന്റെ കൂടെ മാത്സിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എലക്ടീവ്സ് ഉണ്ട്, ഡ്രാമ, മ്യൂസിക്, ഡാൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ ഒരു ഫീൽഡിലും നമ്മളുടെ മൊത്തമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതാണ് കോഴ്സ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ക്ലാസ്സും ഞാൻ വളരെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഓൺലൈൻ ആയിരുന്നു ക്ലാസ്. അങ്ങനെ IPM ചേർന്നു. ഒരു മാസം കഴിഞ്ഞിട്ടാണ് നീറ്റിന്റെ റിസൾട്ട് വരുന്നത്. നിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 62 ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് എനിക്ക് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇനിയിപ്പോ നീറ്റിന് പോവല്ലേ. പക്ഷെ എനിക്കറിയുന്നു, ഞാൻ IPM ചേർന്നിട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ വളരെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ ഇത് തന്നെയാണ് എനിക്ക് ബെസ്റ്റ് ആവാന്ന് എനിക്ക് അപ്പം മനസ്സിലായിരുന്നു. ഇനിയിപ്പം IPM അപ്പൊ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മേ ബി എനിക്ക് സെക്കൻഡ് തോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു. ഞാൻ 1 month ഞാൻ ഇതിൽ കണ്ടു, ഞാൻ എങ്ങനെയായിരിക്കും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, എന്താണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഞാൻ IPM തന്നെ ഉറച്ചു നിന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കൊല്ലം 3 ടേം ആയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ടേം കഴിഞ്ഞു, ഓൺലൈൻ ആയിരുന്നു. പിന്നെ ഇപ്പൊ സെക്കൻഡ് ടേം ഇപ്പൊ നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് ക്യാമ്പസിലോട്ട് വരാം. ഇപ്പൊ ഞങ്ങൾക്ക് ഹൈബ്രിഡ് ക്ലാസ്സസ് ആണ്. ചില ക്ലാസ്സസ് ഓഫ്ലൈൻ, ചില ക്ലാസ്സസ് ഓൺലൈൻ. ഇപ്പൊ ഞങ്ങൾക്ക് എൻ ടേംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം 3 ടേംസ് ആയിട്ടാണ്. അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിയാം. നമുക്ക് എല്ലാവരും ഡിഫറെന്റ് ആണ്. അവർക്ക് നമ്മളെക്കാളും എന്തെങ്കിലും കുറച്ചും കൂടി കൂടുതൽ അറിയും. അതൊക്കെ അവര് ഷെയർ ചെയ്യാനും അവർ റെഡിയാണ്. അതുപോലെ എക്സാംസിന്റെ മുന്നേ ആയാലും എല്ലാവരും ടുഗദർ, എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് കോളേജിൽ തന്നെ ഒരുപാട് ഫെസ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതായത് കോളേജിന്റെ സ്റ്റുഡൻസ് ആണ് ഫെസ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് വർക്ക് ചെയ്യാൻ, നമുക്ക് എക്സ്റ്റൻഡഡ് കോർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. അവര് സീനിയേഴ്സ് ആണെങ്കിൽ അവര് നമുക്ക് എല്ലാം പറഞ്ഞു തരും, എങ്ങനെ എന്ത് ചെയ്യണം. എല്ലാവരും ഇവിടെ റാഗിങ് ഒന്നും ഇല്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എങ്ങനെ ചെയ്യണം, എല്ലാത്തിനും അഡ്വൈസ്. അങ്ങനെ അതുപോലെ അപ്പൊ നമുക്ക് ടെസ്റ്റ് വർക്ക് ചെയ്യും. അതുപോലെ ഇവിടെ കമ്മിറ്റീസ് ആൻഡ് ക്ലബ്സ് ഒക്കെ സ്റ്റുഡന്റ് റൺ ആണ്. ഇവിടെ ഒരു സ്റ്റുഡന്റ് ആക്ടിവിറ്റി കൗൺസിൽ ഉണ്ട്. എല്ലാം ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്റ്റൽ, മെസ്, അതുപോലെ സ്പോർട്സ്, അങ്ങനെ എല്ലാം നമുക്ക് സ്റ്റുഡൻസ് ഡിസൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്യാമ്പസിൽ ഇപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലില് ട്രിപ്പിൾ ഷെയറിംഗ് ആണ്. പിന്നെ അങ്ങനെ ക്യാമ്പസിന്റെ എല്ലാം ഞാൻ ഡിസംബറിലാണ് ക്യാമ്പസിൽ വന്നത്. അങ്ങനെ ക്യാമ്പസിന്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് IPM എന്ന കോഴ്സിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ IPM ഇനി സെക്കൻഡ് ഇയറിൽ നമുക്ക് സോഷ്യൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഫസ്റ്റ് 3 years എന്ന് പറഞ്ഞാൽ BA ഫൗണ്ടേഷൻസ് ഇൻ മാനേജ്മെന്റും പിന്നെ 2 കൊല്ലം MBA ആണ്. ഈ MBA എന്ന് പറഞ്ഞാൽ കാറ്റ് എഴുതി ബാക്കി വേറെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് കഴിഞ്ഞ് കാറ്റ് എഴുതി വരുന്നവരുടെ കൂടെ തന്നെ ആയിരിക്കും ബാക്കി 2 year നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ ക്യാമ്പസിലെ പ്ലേസ്മെന്റ് ഈ അടുത്ത് കഴിഞ്ഞു, 100% പ്ലേസ്മെന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് എല്ലാ സബ്ജക്ട്സിലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു 5 കൊല്ലത്തിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും എക്സ്പീരിയൻസും അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന നോളജും അതിനൊക്കെ നമുക്ക് നമ്മുടെ തന്നെ വഴി ചൂസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ 5 കൊല്ലം IIM സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ തേർഡ് ഇയർ കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് MBA കഴിഞ്ഞ പ്ലേസ്മെന്റിന് ചിലർക്ക് എന്താണ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നതൊരു കുറവായിട്ട് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 1-2 കൊല്ലം വർക്ക് ചെയ്ത് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 3 കൊല്ലം കഴിഞ്ഞൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ഇവിടുന്ന് അങ്ങനെ എക്സിറ്റ് ചെയ്ത് വേറെ ടോപ്പ് IIMs ആയ IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട അവിടെയൊക്കെ കിട്ടുന്നവരുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 5 കൊല്ലത്തിന് 2 പ്രാവശ്യം കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ്. നമുക്ക് ഇതിൽ ഈ ഒരു ടേം നമുക്ക് ഫോറിൻ എവിടെയെങ്കിലും വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാം. നമുക്ക് ഫീസ് ക്യാമ്പസിൽ നമ്മൾ പഠിക്കുന്ന അതേ ഫീസാണ്. പിന്നെ വേറൊരു കാര്യം ഫീസിനെ പറ്റിയാണ്. ഫീസ് കേട്ടപ്പം കുറച്ച് ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് IIM ഓഫർ ലെറ്റർ വന്നിട്ട് ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ SBI ഒരു മെയിൽ വന്നു ലോണിന്റെ കാര്യം പറഞ്ഞിട്ട്. ഒക്കെ വളരെ ലീനിയന്റ് ആയിട്ട് നമുക്ക് ലോൺസ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു പേടിയില്ല. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് നല്ല പ്ലേസ്മെന്റും കിട്ടും. സോ ഒക്കെ നല്ല സെക്യൂർഡ് തന്നെയാണ്. പിന്നെ അതുപോലെ കുറച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഫീസ് കൺസെഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന്റെ കൂടെ നമുക്ക് പ്രൊജക്ട് ചെയ്യാം. അതുപോലെ കുറെ പേര് ഇന്റേൺഷിപ്സ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തിനും നല്ല ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കാം. ഇടയ്ക്ക് ടൈം ഒന്നും ഉണ്ടാവില്ല. അപ്പം ആകെ ടെൻഷൻ. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വലിയൊരു സാധ്യത തന്നെയുള്ള ഒരു ലോകമാണ് IPM. ഞാൻ ഇങ്ങനൊരു IPM ഭാഗമാണ് എനിക്ക് പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.